പാലക്കാട് വേടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പാലക്കാട് വേടൻ്റെ പ്രോഗ്രാം എന്താണ്? വേടൻ്റെ പ്രോഗ്രാം ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെയാണ് വേടനെക്കുറിച്ച് അറിയുന്നതും വേടൻ്റെ പാട്ടുകളിലുള്ള അർത്ഥങ്ങളും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിപ്പുണ്ടാക്കുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന സമൂഹത്തിനെതിരായിട്ട് അവൻ്റെ വാക്കുകൾ ശ്രദ്ധേയമായി. അവൻ്റെ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഒരുപാട് പതിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വേടനെ കാണാൻ പോകാം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉടലെടുത്തു. ഞാനങ്ങനെ തീരുമാനമെടുത്തു. പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വേടൻ എന്തായാലും ഒരു 8 മണിക്ക് ശേഷമായിരിക്കും സ്റ്റേജിലൊക്കെ എത്തുക. അത്രയും തിരക്കുകളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ അറിഞ്ഞതുപോലെ തന്നെ ഞാൻ വൈകുന്നേരം ഒരു 8 മണിക്കാണ് പാലക്കാട് എത്തുന്നത്. അല്ല, പാലക്കാട് 8 മണി 8:15 ആയിട്ടുണ്ടാവും. അപ്പോഴാണ് വേടൻ്റെ ഒരു കടന്നുവരവ്. ഞാനവിടെ എത്തി. ഭയങ്കര ജനത്തിരക്കായിരുന്നു. പക്ഷെ ഞാനതൊന്നും വകവയ്ക്കാതെ തിരക്കുകൾ വേടനെ കാണുവാൻ വേണ്ടി മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനൊരു സ്റ്റേജിൻ്റെ ഒരു ഓരത്ത് നിന്നു. ഓരത്ത് നിന്നെങ്കിലും വേടനെ ശരിക്കും നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. കാരണം അത്രയും ജനത്തിരക്കും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഓരോരോ ആളുകളുടെ മുകളിൽ തോളിലിരിക്കുകയും ആവേശം കൊണ്ട് തുള്ളിച്ചാടുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു മിന്നായം പോലെയാണ് വേടനെ കാണാൻ കഴിഞ്ഞത്. വേടനെ തളർത്തുന്ന ആളുകൾ അല്ലെങ്കിൽ വേടൻ്റെ എന്താ പറയുക പാട്ടുകളെ കേൾക്കാൻ എന്താ പറയുക അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കണം. പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തി, അവൻ വന്ന വഴികളിലൂടെ അവൻ്റെ വേദനകളെ സംസാരിക്കുന്ന, അവൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് സംസാരിക്കുന്ന ആ ഒരു വേടനെ ലോകം തന്നെ കയ്യിലെടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങളെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്ന് മാത്രം ചെയ്യുക, നല്ലത് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. അതാണ് നമ്മൾക്ക് ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്. പട്ടി പിടിക്കല് കുട്ടികളിൽ തങ്കമ്മേ, നാക്കാര് പറയുമ്പോ വട്ടം പിടിക്കല് തങ്കമ്മേ, ഞാൻ വയസ്സനല്ലടിക്കണവനല്ലടി തങ്കമ്മോ, ഇത് പളനിയേണ്ടവൻ കനിഞ്ഞതാണടി തങ്കമ്മേ. ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണെന്നില്ല. ഇനിയും കാലമില്ല, കാത്തിരിക്കാനാകുന്നില്ല, പുറത്തു പോകുവാൻ സമയൊരുതൻ ബാക്കിയില്ല. എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല, ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങൾ അല്ലലില്ല നാളതില്ല, ഇല്ല വേടനില്ല, കഥ പറയുന്നില്ല. കാട് കെട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും, ഊറ് കെട്ടവൻ മരിച്ചാൽ ഊര് കെട്ടവൻ മുടിക്കും. പേര് കേട്ട പാമരന്മാർ പോരടിക്കുവാൻ വിളിക്കും. പേറ്റുനോവെടുത്ത തള്ളപ്പള്ളയിൽ കനൽ നിറയ്ക്കും. കൊടികൾ എത്ര പാറി കോട്ട കൊത്തളങ്ങളിൽ, അടിയാൻ കണ്ടതില്ല ഭാവി തന്റെ മക്കളിൽ, മാണ്ടുപോയി നീ കറുത്ത പോർക്കളങ്ങളിൽ. കണ്ടില്ലേ? അപ്പോൾ വേടനെ കുറിച്ച് കളിയാക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിലേക്ക് കല്ല് എറിയുന്നത് പോലെയാണ്. പുഴയുടെ ഒഴുക്കിന് യാതൊരു തടസ്സമുണ്ടാവുകയുമില്ല. അപ്പോൾ എറിയുന്നവർ എറിയട്ടെ, വേടൻ തുടർന്നുകൊണ്ടേയിരിക്കും പുഴയിൽ വെള്ളം ഒഴുകുന്നത് പോലെ.